ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. വ്യവസായ ലോകത്തെ മാത്രമല്ല CJROയെ അറിയുന്ന എല്ലാവരെയും സംബന്ധിച്ചും ഇത് ഏറെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. സ്മിത ഹരിദാസ് കൂടി കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സ്മിത, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ CJRO എന്ന് പറയുന്നത് ഇന്നലെ കുരുത്ത ഒരു ആളല്ല. അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. കടങ്ങളില്ലാതെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ചെറിയ കാര്യം പോലുമല്ല. അങ്ങനെ ഒരാളുടെ മരണ വാർത്തയാണ് അല്പസമയം മുൻപ് നമ്മളെ തേടിയെത്തിയത്, അതും ആത്മഹത്യ എന്നുള്ളത്. അതുതന്നെയാണ് പ്രവിത. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിലും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തെ അദ്ദേഹം നോക്കിക്കണ്ടത് വളരെ പ്രസാദാത്മകമായിട്ടായിരുന്നു. ലൈഫ് ഇസ് എ സെലിബ്രേഷൻ എന്ന് എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അതുപോലെ ഈ ഡ്രിങ്ക് ആൻഡ് സ്ലീപ്പ് ബിസിനസ് എന്നാണ് പലപ്പോഴും പറയാറ്. കാരണം ബിസിനസ് ചെയ്യുക എന്നാൽ വെറുതെ റിസ്ക് എടുക്കാനുള്ള ഒരു ചങ്കൂറ്റ അത് മാത്രം പോരാ. ഒരു പാർട്ട് ടൈം കാര്യമായിട്ട് ബിസിനസ്സിനെ കാണാൻ പാടില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ബിസിനസ്സിനോടുള്ള ഒരു പാഷൻ ഉണ്ടാകണം. നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണ് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. അതിന് ഉദാഹരണം പോലെയായിരുന്നു ഇക്കാലം അത്രയും ഈ 3 പതിറ്റാണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്തെ ഒരു വളർച്ച. 36-ാമത്തെ വയസ്സിൽ സ്വന്തമായി ചാർട്ടേഡ് ഫ്ലൈറ്റ് വാങ്ങി എന്ന് അദ്ദേഹം അത് പറയാറുണ്ട്. സാധാരണ എല്ലാവരും കാറ് വാങ്ങുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റ് വാങ്ങി, അത് എൻ്റെ കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടുമാണ്, അത് ലോണുകളില്ലാതെയാണ് ഈ ബിസിനസ് സാമ്രാജ്യം മുഴുവനും പടുത്തുയർത്തുന്നത് എന്ന് വീണ്ടും പറയുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പലതരത്തിലുള്ള കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈയിടെ ഒന്നും അദ്ദേഹത്തിന് ഉള്ളതായി നമ്മൾ വാർത്തകളിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒന്നും ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആദായ നികുതി റെയ്ഡ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്രയും കാലം ഈ ഉയർച്ച താഴ്ചകളിലൂടെ ബിസിനസ്സിൻ്റെ എല്ലാ റിസ്ക്കും എടുത്ത് മുന്നേറിക്കൊണ്ടിരുന്ന വിപണി സാധ്യതകൾ അതെങ്ങനെയെന്ന് പഠിച്ച് അത് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, ഒപ്പം നിന്ന് നയിക്കുകയാണ്. നമ്മളിപ്പോൾ കേരളത്തിലുള്ള പല ബജറ്റ് ഹോംസും കണ്ടാൽ ആദ്യമുണ്ടായത് ബജറ്റ് ഹോംസ് ആയിരുന്നില്ല, വലിയ വലിയ ബഹുനില മാളികൾ, ലക്ഷറി ബിൽഡിങ്സ് ആയിരുന്നു. പിന്നീടാണ് മലയാളികളുടെ ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവരുടെ നഗരത്തിൽ ഒരു ഫ്ലാറ്റ്, ഇടത്തരം ഫ്ലാറ്റ് സ്വന്തമാക്കാനുള്ള അവരുടെ പോക്കറ്റിനനുസരിച്ച് അതിനുതകുന്ന ഒരു സാമ്പത്തിക അവസ്ഥ, അതിനനുസരിച്ചുള്ള ബജറ്റ് ഹോംസ്, 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമ്മളിവിടെ ഒരുപാട് കാണാറുണ്ട്. അതൊക്കെ തന്നെ ആ രീതിയിലുള്ള ബിസിനസ് മാതൃക അവതരിപ്പിക്കുന്നു, അതിലൂടെ വലിയ ലാഭത്തിലേക്ക് എത്തുന്നു. അങ്ങനെ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. സിനിമാ മേഖലയിലും ഒക്കെ തന്നെ അദ്ദേഹം സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. നിർമ്മാണം ഉൾപ്പെടെ. അദ്ദേഹത്തിൻ്റെ മകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, 2005 ഡിസംബർ ആ സമയത്താണ് മകൾ സിനിമയിലേക്ക് എത്തുന്നു. മകളോടൊപ്പമൊക്കെ എത്തിയ, വളരെ സന്തോഷത്തോടെ മകൾക്കൊപ്പം എത്തിയ ഇദ്ദേഹത്തിന് നമ്മൾ കണ്ടതാണ്. നമ്മൾ മലയാളികൾക്ക് സാധാരണ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നവരെയൊക്കെ ഒരുപക്ഷെ ബിസിനസ് രംഗത്ത് താല്പര്യമുള്ളവർക്ക് മാത്രമായിരിക്കും പരിചയം. പക്ഷേ ഇദ്ദേഹം അങ്ങനെയായിരുന്നില്ല. സുപരിചിതമായ ഒരു മുഖം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു. കാറുകളോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഏറ്റവും പുതിയ മോഡൽ കാറുകൾ, വിലപിടിപ്പുള്ള കാറുകൾ അതെല്ലാം വാങ്ങും. അത് സ്വയം ഓടിച്ചു പോകുന്നതും ഒക്കെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണും. അത് പുത്തനൊരു കാർ വാങ്ങിയാൽ പുതിയൊരു പദ്ധതി അത് അവതരിപ്പിക്കുമ്പോഴൊക്കെ തന്നെ അതിനെക്കുറിച്ച് 3-4 വാക്കുകളിൽ നല്ല ഭംഗിയായി പറഞ്ഞ് അദ്ദേഹം പോസ്റ്റുകൾ ഇടാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഒക്കെ തന്നെ അപ്ഡേറ്റഡ് ആണ്. കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ നടത്തുന്നു, പുതിയ പാഠങ്ങൾ ബിസിനസ്സിൻ്റെ പഠിക്കുന്നു, പുതിയ മാതൃകകൾ അവതരിപ്പിക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളുടെ വിയോഗമാണ് ഇത്ര അപ്രതീക്ഷിതമായി എത്തുന്നത്. ഈ സായാഹ്നം തീർച്ചയായിട്ടും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.